സാമ്പത്തിക സാമൂഹികമായി സക്കാത്ത് നിർവഹിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലരും തർക്കത്തില്ല. ഞാൻ ഇതെന്തിനാണ് ഇത് തർക്കിക്കുന്നത്? നേരത്തെ പലരും ഇവിടെ പറഞ്ഞു നമസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നുണ്ട്, സക്കാത്ത് നോമ്പ് നിർവഹിക്കുന്നുണ്ട്, ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. ഒറ്റ കാര്യം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞേക്കാം. സക്കാത്ത് സംഘടിതമായി തന്നെ നിർവഹിക്കുന്ന ഏറ്റവും തെളിവ് നമസ്കാരം സുന്നത്ത് സംഘടിതമല്ല, നോമ്പിന്റെ സുന്നത്ത് സംഘടിതമല്ല, ഒറ്റയ്ക്ക് നിർവഹിക്കാം. അപ്പോൾ ഫർള് നോമ്പ് എങ്ങനെയാണ്? ഫർള് നോമ്പ് ജമാഅത്തായിട്ടാണ് നോക്കൽ. സുന്നത്ത് നോമ്പ് ഒറ്റക്കും ഫർള് നോമ്പ് ജമാഅത്തുമായിട്ടാണ് അലിയാർ കാസിമിൻ്റെ നാട്ടിലൊക്കെ നോക്കൽ. ഒരു നിലക്കും പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾക്കറിയോ എങ്ങനെയാണ് ഫർള് നോമ്പ് ജമാഅത്തായിട്ട് നോക്കലെന്ന്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കറിയെങ്കിൽ ആ രൂപം ഒന്ന് കമൻറ്റ് ചെയ്യ്. നമുക്ക് പുതിയൊരു ഇൽമ് കിട്ടുകയാണല്ലോ. അപ്പോൾ വെറും വിവരക്കേട് പറയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്ത് സക്കാത്തിനെ, സംഘടിത സക്കാത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വിവരക്കേട് പറയുക മാത്രമാണ് ഇയാൾ ചെയ്യുന്നത്. ഇയാളിത് ഉറപ്പിച്ച് പറയുന്നുണ്ട്, വീണ്ടും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇയാളോട് ഒന്ന് പറയട്ടെ, പറഞ്ഞതിന് ശേഷം ചിന്തിക്കരുത്. എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേണം പറയാൻ. ഹജ്ജിന്റെ സുന്നത്ത് സംഘടിതമല്ല, പോയി ഒറ്റയ്ക്ക് ഏത് സമയത്ത് ഉംറ ചെയ്യാം. ഫറളെല്ലാം സംഘടിതമാണ്. ഫറള് നമസ്കാരം ജമാഅത്ത് ഒരു നാട്ടിൽ നടന്നില്ലെങ്കിൽ കുറ്റക്കാരാ. സംഘടിതമായിട്ട് ഫറള് നമസ്കാരം നടക്കണം. ഫറളായ നോമ്പ് സംഘടിതമായിട്ട് ഒരേ സമയത്ത് ലോകം മുഴുവൻ വിശ്വാസികളും ഒരേ സമയത്ത് സംഘടിതമായി നിർവഹിക്കണം. സുന്നത്തായ നോമ്പ് വ്യാഴാഴ്ചത്തെ നോമ്പ്, തിങ്കളാഴ്ചക്കത്തെ നോമ്പ് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഈ നോമ്പ് ലോകം മുഴുവൻ വേറെ ദിവസങ്ങളിലാണ്, എല്ലാം ഒരേ ദിവസം തന്നെയല്ലേ. പിന്നെ ഒരേ സമയത്തല്ല ലോകത്തെല്ലാം നടക്കുന്നത്, അത് വേറെ കാര്യം. ഫർള് നോമ്പ് തന്നെ ഇവിടെ നോക്കുന്നത് നമ്മളിവിടെ നോക്കുന്ന സമയത്തല്ല നോമ്പ് നോൽക്കുന്ന അതേ സമയത്ത് മറ്റു രാജ്യത്ത് ചിലപ്പോൾ അവിടെ രാത്രി ആയിരിക്കാം. അപ്പോൾ അവിടെ നോമ്പ് നോൽക്കുന്നത് മറ്റൊരു സമയത്തായിരിക്കും. പക്ഷേ അത് റമദാനിൽ തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ ഉദയവും അസ്തമയവും വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ പല അബദ്ധങ്ങളും പറഞ്ഞിട്ട് ഇതിനാണായിട്ട് ഉറപ്പിച്ച് അവസാനം വരെ അയാൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വാദമുഖങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അതുകൊണ്ടാണ് ഇവിടെ സംഘടിത സക്കാത്ത് അനാവശ്യമാണെന്ന് പോലും പറയുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അതിനെല്ലാം ആ അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഫർളായ എല്ലാ ഇബാദത്തും ഇസ്ലാം സംഘടിതമായി മാത്രമേ നടത്താൻ അനുവദിക്കുന്നുള്ളൂ എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടാൽ ഇതിൽ സംശയം ഉണ്ടാവില്ല. ആ വേദിയിലിരിക്കുന്ന ജമാഅത്തിൻ്റെ കുഞ്ഞാടുകൾക്ക് സംശയം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അതേ നിലവാരത്തിലുള്ള ആളുകളായിരിക്കാം. മറിച്ച് ഇത് ബുദ്ധിയുള്ള ആളുകളുടെ മുന്നിൽ പോയി പറഞ്ഞാൽ ഒരിക്കലും സംശയം ഉണ്ടാകുക, അവിടുന്ന് തന്നെ ചോദ്യം ചെയ്യും. അപ്പോൾ ഈ ജാതി അബദ്ധമൊന്നും ഇനി പറയരുത്. നിങ്ങൾക്കൊക്കെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞ അതേ മറുപടിയാണ് പറയാനുള്ളത്. മൂപ്പര് ചോദിച്ചത് ഫർള് കുളി എല്ലാവരും ജമാഅത്തായിട്ടാണോ കുളിക്കൽ? സുബൈൻ്റെ സമയത്ത് മൂപ്പരെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഫർളാണ്, അതുകൊണ്ട് ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്, അതുകൊണ്ട് എല്ലാവരും വരി നമുക്ക് ഒന്നിച്ച് കുളിക്കാറിഞ്ഞിട്ട് അങ്ങനെയാണോ ചോദിക്കേണ്ടത് മൂപ്പര്. അത്തരത്തിലുള്ള മറുപടിയാണ് നിങ്ങൾ അർഹിക്കുന്നത്. എന്തായാലും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ അനിഷേധ്യനായ പ്രസിഡന്റ്, അദ്ദേഹം സംഘടിത സക്കാത്തിനെ കുറിച്ചിട്ട് നല്ലൊരു ചിന്തനീയമായ ഒരു കാര്യം പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. കൂടിയതായ കഴിവുള്ള ആളുകളോടൊക്കെ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളുടെ മുതലിന്റെ സക്കാത്തുകൾ നിങ്ങൾ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. മുതലുണ്ടാക്കാൻ പഠിച്ച നിങ്ങൾക്ക് പിന്നെ സക്കാത്ത് കൊടുക്കാൻ ഇനി വേറെ ആൾ പഠിപ്പിച്ചു തരണ്ടല്ലോ. അതാണ് മറുപടി. സ്വന്തമായിട്ട് മുതലുണ്ടാക്കുക, സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം വന്നിട്ട് അത് വാങ്ങിക്കൊണ്ടുപോവുക. എന്തിനാണ് അതിൻ്റെ ആവശ്യം? സ്വന്തമായിട്ട് മുതലുണ്ടാക്കിയൊരു മുതലാളിക്ക് അറിയില്ലേ അതെങ്ങനെ വിനിയോഗിക്കണമെന്ന്. അപ്പോൾ മുതലുണ്ടാക്കാൻ പഠിച്ചവനക്ക് സക്കാത്ത് എങ്ങനെ അത് അവകാശികളിലേക്ക് എത്തിക്കണം എന്നും അറിയാം. അത് പിന്നെ ആരെങ്കിലും വന്ന് ഞങ്ങൾ വല്ല കമ്മിറ്റിയോ മറ്റോ വന്നിക്കാണ്ട് തന്നാളി എന്ന് പറഞ്ഞ് അതിന് അർഹതപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ ഉപയോഗിക്കപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. അപ്പോൾ അതങ്ങനെ ചെയ്താൽ മതി, അല്ലാതെ തട്ടിപ്പിന് നിങ്ങൾ ഇരയാവരുത് എന്ന് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വളരെ വ്യക്തമായി വെട്ടി തുറന്ന് പറയാണ്. ഇങ്ങനെ പറയണം പണ്ഡിതന്മാർ.
അല്ലാതെ ആരെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ ഇത്തരം ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് നോക്കി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല സ്ഥലത്ത് വെച്ചിട്ടും അതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നന്നായി നടത്തിയിട്ടുണ്ട്. ഇനിയും അത് നടത്തും. അതിലൊക്കെ പങ്കെടുത്തു കൊണ്ടിട്ട് അതിന്റെ കാര്യങ്ങൾ കഴിവുള്ള ആളുകളൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾ മുതലുണ്ടാക്കാൻ പഠിച്ചവർക്ക് അത് സക്കാത്ത് എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അത് കൊടുക്കേണ്ടടുത്തൊക്കെ നിങ്ങൾ ആ മട്ടത്തിൽ നിങ്ങൾ കൊടുക്കണം. അത് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കണം. അത് കൊടുക്കേണ്ട സ്വഭാവത്തിലാവണം. അർഹർക്ക് അത് ലഭിക്കപ്പെടണം. അത് കൊടുക്കേണ്ട ബൗണ്ടറി ഉണ്ട്, അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്, അല്ലാതെ എവിടെയും കൊണ്ടേ കൊടുക്കുകയല്ല വേണ്ടത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അവസാന കാലമാക്കുമ്പോൾ ജാഹിലീങ്ങളെ ആളുകൾ നേതാക്കളാക്കും. അവർ ജനങ്ങൾക്ക് മതവിധി പറഞ്ഞു കൊടുക്കും, മതത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും. അങ്ങനത്തെ നേതാക്കൾ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ പ്രചരണം നൽകുന്ന ആളുകളും അതിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം സക്കാത്തുകൾക്കൊക്കെ പ്രചരണം നൽകുക, സക്കാത്ത് തട്ടിപ്പിന് വരെ പ്രചരണം നൽകുന്ന ആളുകളൊന്ന് ആലോചിച്ച് ചെയ്യണം. പഠിച്ച് മനസ്സിലാക്കിയിട്ട് പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ വിന ഉണ്ടാക്കി തീർക്കും. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള സംവിധാനം ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അതാണ് അവരുടെ നയം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗൗരവകരമായിരിക്കുന്നൊരു വിഷയമാണിത്. ഇതൊരു സക്കാത്തിൻ്റെ മാത്രം വിഷയമല്ല. അവരുടെ ജമാഅത്ത് സംവിധാനം അവർക്ക് എന്താണ്, ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അവരുടെ അമീർ എന്ന് പറയുന്നത് ആ ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഭരണാധികാരിയാണ്. അവരുടെ ബൈത്തുൽ സക്കാത്ത്, ബൈത്തുൽ മാൽ എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിക ബൈത്തുൽ മാലിനോട് സമാനമായ സംഗതിയാണ് അവർക്ക്. ആ രൂപത്തിൽ ആണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അപ്പോഴാണ് ഇവർക്ക് സക്കാത്ത് അവരുടെ സംഘടനയ്ക്ക് വിനിയോഗിക്കാനും സക്കാത്തിൻ്റെ ജോലിക്കാർ എന്ന് പറഞ്ഞിട്ട് സംഘടനാ ഭാരവാഹികൾക്ക് സക്കാത്ത് വീതിച്ച് നൽകാനൊക്കെ വകുപ്പുണ്ടാക്കുന്നത് അതിലൂടെയാണ്. അപ്പോൾ ഇതൊരു സക്കാത്ത് എന്നുള്ള ഒരു ചെറിയ വിഷയത്തിലല്ല അവർ ഇസ്ലാമികമായിട്ട് അവർ വിഘടിച്ച് നിൽക്കുന്നത്. മറിച്ച് വലിയ ഒരാശയം, അവരുടെ ഈ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ രാഷ്ട്രപിതാവ്, ആ ജമാഅത്ത് ഇസ്ലാമി എന്ന രാജ്യത്തിൻ്റെ ആ രാഷ്ട്രപിതാവ് അബുൽ ആല മൗദൂദിയാണ്. അപ്പോൾ അബുൽ ആല മൗദൂദി സ്ഥാപിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അതിന് ഖലീഫമാരുണ്ട്, അതിന് അമീറുമാരുണ്ട്, ഭരണാധികാരികളുണ്ട്. ഓരോ പ്രദേശത്തും അതിന് ഖലീഫമാരുണ്ട് എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. ഇസ്ലാമിക രാജ്യത്തുള്ളതുപോലെ അതിന് ബൈത്തുൽ മാലുണ്ട്, അതിന് സക്കാത്ത് പിരിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ എത്ര വലിയൊരു അബദ്ധത്തിലേക്കാണ് സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. ഇതൊരു കേവലം സക്കാത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്നതല്ല. വളരെ വലിയ അപകടകരമായിരിക്കുന്ന വാദമാണ് ജമാഅത്ത് ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യം തിരിച്ചറിയുക, പരമാവധി പ്രചരിപ്പിക്കുക. അതാണ് നമ്മുടെ ദൗത്യം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.